നമ്മൾ മുദ്ര ലോണിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പരാതികളും അതിന്റെ കമന്റ് ബോക്സിൽ വരാറുണ്ട്. ഇന്നലെ എനിക്ക് ബാങ്ക് മാനേജറുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചറിഞ്ഞു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സംഭവിക്കുന്നതും അതൊക്കെ തന്നെ ആയിരിക്കാം. കാരണം പലപ്പോഴും പലരും പറയുന്ന മുദ്ര ലോൺ കിട്ടില്ല, നടക്കില്ല, ഓടിച്ചുവിടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ പോസിറ്റീവ് റിപ്ലൈസും നമുക്ക് വരാറുണ്ട്. എടുത്തവർ തന്നെ വീണ്ടും എടുത്ത കാര്യങ്ങളും പറയാറുണ്ട്. കമന്റ് ബോക്സ് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ളതാണ് ഇന്നലെ ഞാൻ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചത്. അത് ഞാൻ പറയാം. ഞാൻ ഫെഡറൽ ബാങ്കിന്റെ മാനേജറുമായിട്ടാണ് സംസാരിച്ചത്. കോയിൻസിഡന്റലി എന്റെ ഒരു ആവശ്യത്തിന് പോയപ്പോൾ മാനേജർ അല്പം ഫ്രീ ആണ് എന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം പുട്ടപ്പ് ചെയ്തതാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുദ്ര ലോൺ കൊടുക്കുന്നില്ല? അവർ എന്നോട് ചോദിച്ചത്, ആര് പറഞ്ഞു മുദ്ര ലോൺ കൊടുക്കുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് വരാറുണ്ട്. മുദ്ര ലോൺ കിട്ടാറില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ്, ഇത് വലിയവർക്കുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. അവർ പറഞ്ഞത് മുദ്ര ലോൺ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്, പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട് എന്നുകൂടെ അവർ പറഞ്ഞു. ഈ മുദ്ര ലോണിനെ കുറിച്ച് ഒരുപാട് ഹൈപ്പുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നു, ഇങ്ങനെ കിട്ടുന്നു എന്നൊക്കെ ഹൈപ്പുകൾ കൊടുക്കാറുണ്ട്. ആ ഹൈപ്പ് പുറത്തുള്ള പരസ്യങ്ങളാണ്. എന്നാൽ ബാങ്കിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് വേറെയാണ്. കാരണം മുദ്ര ലോണിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സിബിലിന്റെ ആവശ്യമില്ല എന്ന്, അതുപോലെ ഈട് ആവശ്യമില്ല എന്ന്, അതുപോലെ വളരെ എളുപ്പം കിട്ടും എന്ന്. ഇതൊക്കെ പബ്ലിക്കലി പരസ്യം ചെയ്യുന്നതാണ്. എന്നാൽ ഇൻഡയറക്ട്ലി ബാങ്കിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വേറെയാണ്. ആ നിർദ്ദേശങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത്. ആ നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ അതിലായിരിക്കും നിങ്ങൾക്ക് പിഴവ് വന്നിരിക്കുന്നത്. ആ പിഴവ് നികത്തിയാൽ നിങ്ങൾക്കും മുദ്ര ലോൺ ലഭിക്കും. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയുള്ള സഹായങ്ങളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ, ആളുകൾക്ക് മനസ്സിലാകട്ടെ. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കുറിക്കുക. അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. എനിക്ക് ആ സമയത്ത് അത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് തന്നെയല്ല, അവർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ഏറ്റവും ആദ്യം വരുന്നത് ഈ മുദ്ര ലോൺ ആവശ്യപ്പെട്ടു വരുന്ന ആളുകളിൽ 90% പേർക്കും എന്താണ് ഇതെന്നറിയില്ല, എന്തിനാണ് ഇതെന്നറിയില്ല, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല. ഒരു ഉദാഹരണം അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കശുവണ്ടി പാക്ക് ചെയ്യുന്ന ആളുകൾ വന്നു. അവർക്ക് പാക്ക് ചെയ്ത് ബിസിനസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അവർ പറഞ്ഞു, കശുവണ്ടി പാക്ക് ചെയ്ത് വിൽക്കാൻ പോവാണ്. അപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? അവർക്ക് അതിനുള്ള ഉത്തരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, എവിടാണ് ഈ ഹോൾസെയിൽ മാർക്കറ്റ്? അത് അവരുടെ ടൗൺഷിപ്പിൽ ഉള്ള ഒരു സ്ഥലം പറഞ്ഞു, അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഐഡിയ വന്നു? അപ്പോൾ അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഐഡിയ വന്നു, അങ്ങനെ ഐഡിയ വന്നു. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതെങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ രസകരമായ മറുപടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത് പാക്ക് ചെയ്ത് ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് മാനേജർ ചോദിച്ചത്, നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ എത്ര കണ്ട് അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്? അവർ പറഞ്ഞു, അട്രാക്ഷൻ ഒന്നുമില്ല, ഞങ്ങൾ സാധാരണ പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചിട്ട് 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ 50ന്റെ 20 പാക്കറ്റ് ആക്കി ഞങ്ങൾ വിൽക്കും. ശരിയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇത് എത്രമാത്രം അവർക്ക് വിൽക്കാൻ പറ്റും? ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് വലിയൊരു പ്രശ്നമാണ്. ബാങ്ക് മാനേജർ ചോദിച്ചു, നിങ്ങൾക്കൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കവർ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ ഞങ്ങൾ വിറ്റോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ബിസിനസ് പൂർണ്ണമാകുന്നില്ല. ബാങ്ക് മാനേജർ പറഞ്ഞത്, എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു ബിസിനസ്, ഇവരുടെ ബിസിനസ് 1 മാസം പോലും മുമ്പോട്ട് പോയില്ല. കാരണം ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അടിപൊളി കവർ, അടിപൊളി അട്രാക്ഷന്, അതിനുശേഷം പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ്. ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി, പ്രോഡക്റ്റ് ഗുണമേന്മയുള്ളതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, അത് വേറൊരു കാര്യം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. നമ്പർ 1. സെക്കൻഡ് വൺ, ഈ മുദ്ര ലോൺ എടുക്കാൻ വരുന്നതിൽ 75% പേരും അവരുടെ ഇന്റൻഷൻ വേറെയാണ്. അതായത് ഇവിടുന്ന് മുദ്ര ലോൺ എന്ന പേരിൽ എടുത്തിട്ട് വേറെ എന്തെങ്കിലും കാര്യം സാധിക്കുക എന്നുള്ളതാണ്. അവർക്ക് യൂണിറ്റ് എന്താണെന്നോ, എന്ത് ചെയ്യണമെന്നോ, എവിടെയാണ് ഇടേണ്ടതെന്നോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ ഒന്നും ധാരണയില്ലാതാണ് മുദ്ര ലോണിന് വരുന്നത്. പ്രോജക്ട് റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായും പൊളിച്ചു നിൽക്കുന്ന ആളുകളാണ് അധികം. ഇനി 3ാമത്തെ പോയിന്റ്, സിബിൽ
സ്കോർ ആവശ്യമില്ല എന്ന് മുദ്ര ലോണിന്റെ പരസ്യങ്ങളിൽ പലയിടത്തും പറയാറുണ്ട്. എന്നാൽ മുദ്ര ലോണിന് സിബിൽ സ്കോർ നിർബന്ധമാണ്. ഈ ഒരു കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട്. മുദ്ര ലോണിന് സിബിൽ സ്കോർ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ബാങ്കിന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മുദ്ര ലോൺ കൊടുക്കണമെങ്കിൽ സിബിൽ സ്കോർ നിർബന്ധമായിട്ടും 750 ഓർ എബോവ് വേണം. അതില്ലാതെ മുദ്ര ലോൺ പ്രോസസ് ചെയ്യേണ്ട എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ഇത് വെർബലി പറഞ്ഞ കാര്യമാണ്, ഒഫീഷ്യലി ഇല്ലെങ്കിൽ രേഖകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഇവർ ഈ മുദ്ര ലോൺ കൊടുക്കാത്തത്. ഇനി 4ാമത്തെ പോയിന്റ്, ഇതിന് ഈടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. സർക്കാർ പറയുന്ന ഈടില്ലാതെ ലോൺ കിട്ടുന്നു. ഈ ഈടില്ലാത്ത ലോൺ വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചടയ്ക്കാൻ 60% പേരും ആഗ്രഹിക്കുന്നില്ല. അതായത് 100 പേര് വാങ്ങിച്ചാൽ 60 പേരുടെയും പൈസയും തിരിച്ചു വരുന്നില്ല. അത് പിന്നെ പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ തന്നെ ബാങ്കുകാർ അവിടെ വെച്ച് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യും. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 40-50 പേരും തിരിച്ചു പൊക്കോളും. കംപ്ലൈന്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും നിൽക്കത്തില്ല, ഇല്ല ഫർദർ ആയിട്ട് നോക്കാനോ ഒന്നും നിൽക്കത്തില്ല. അവർ പറയും കിട്ടിയില്ല, ഓക്കെ കുഴപ്പമില്ല, 4 തെറിയും പറഞ്ഞിട്ട് അവർ പൊക്കോളും, ശല്യമൊന്നുമില്ല. പക്ഷേ ബാക്കി ഈ എടുക്കുന്നവരിൽ 60% പേരും തിരിച്ചടയ്ക്കാൻ യാതൊരു വിധ മൈൻഡും ഇല്ലാതെയാണ് വരുന്നത്. എടുക്കണം, അവർക്ക് ഉപയോഗിക്കണം, പിന്നത്തെ കേസല്ല, പിന്നെ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് മാനേജർമാർ ഇത് നിഷേധിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വലിയ ആളുകൾ, അതായത് കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇതിനെന്താണ് ബുദ്ധിമുട്ട്? ചെറുകിടക്കാർക്ക് 50,000-ഓ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് മേടിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്കൊരു മുദ്ര ലോൺ വേണമെങ്കിൽ നമ്മൾ ആ ബിസിനസിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് പഠിക്കാതെ അതും കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവർക്ക് ഉത്തരം വേണം. അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ഒരു ഈടുമില്ലാതെയാണ് പൈസ തരാൻ പോകുന്നത്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, 2ാമത്തെ കാര്യം, ഒരു നല്ല പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വേണം നിങ്ങൾ പോകാനായിട്ട്. ഇല്ലെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചതിന് ശേഷം കിട്ടുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം, ഇല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ടും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പരിഗണിക്കും എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നിങ്ങൾ ഒരു നല്ല പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനകത്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, എല്ലാ കാര്യങ്ങളും വരുന്ന കേസാണ്. അതിന് നിങ്ങൾക്ക് DICയുമായിട്ട് ബന്ധപ്പെടാം, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടാം. വ്യവസായ ഓഫീസർ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ താലൂക്കുകളിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ നല്ല ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് തരും. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, അവിടെ നമുക്കൊരു ചെറിയ എക്സ്പെൻസസ് വരും. ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ 2,000-3,000 ഒക്കെ വന്നെന്ന് വരും. അല്ലാതെ നിങ്ങൾ 1 രൂപ പോലും ആർക്കും എങ്ങും അടയ്ക്കേണ്ടതില്ല. ഇൻഷുറൻസിന് അടയ്ക്കാൻ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് വരുന്നുണ്ടെങ്കിൽ 1,900 രൂപ അടയ്ക്ക്, 2,500 രൂപ അടയ്ക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് പറയാം. പലപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഇതാണ്, ഞങ്ങളോട് ഇങ്ങനെ പൈസ വാങ്ങിച്ചു, ഒരു കാര്യവും നടന്നില്ല, വീണ്ടും പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അടച്ചിട്ടില്ല, ഫ്രോഡാണോ സാറേ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ മുദ്ര ലോൺ എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കുറെ അണ്ണന്മാർ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അതും ഫ്രോഡ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അവർക്കും ഇത് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ബാങ്കോ മുദ്രയുടെ ഓഫീസോ ഇങ്ങനെയുള്ള ഏജന്റുമാരെ നിയമിച്ചിട്ടില്ല. മുദ്ര ലോൺ എടുത്തു കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആരും തന്നെ ഇന്ന് ഇന്ത്യയിൽ ഇല്ല. അങ്ങനെയുള്ളവർ അവർ അവകാശപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അവർ എന്തെങ്കിലും മാർഗേന പലർക്കും എടുത്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനൊരു വിഭാഗം പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഫ്രോഡ് കാറ്റഗറീസ് പെടുന്ന ആളുകളാണ്. അവരുടെ കക്ഷത്തിൽ കൊണ്ട് തല വെക്കാതിരിക്കുക, പൈസ മുടക്കാതിരിക്കുക. ഡയറക്റ്റ് ബാങ്കിൽ പോവുക, ഡയറക്റ്റ് ചോദിക്കുക, നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുദ്ര ലോൺ ലഭിച്ചിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റേഷനിലുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. സിബിൽ സ്കോർ നിർബന്ധമാണ്. അതില്ലാതെ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.